ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ ആളാണ് രേണു. കാരണം രേണു എന്തിനിവിടെ കൊണ്ടുവന്ന് റിയാലിറ്റി വന്നപ്പോൾ രേണുവിന് എവിടെ രേണു ബിഗ് ബോസിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോ രേണു ബിഗ് ബോസിലേക്ക് രേണു ബിഗ് ബോസ് എന്റെ പേരിനെ കാട്ടി അഫ്ഗാനിസ്ഥാൻ ബിഗ് ബോസിലേക്ക് എന്നുള്ളൊരു വാവ് എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വാവ് വന്നത് ആൾക്കാർ അന്തം വിട്ടത് രേണു സുധി. അപ്പൊ ഞാനും ആലോചിച്ചു രേണു സുധി എന്ന് വെച്ചാൽ രേണുവിനെ അറിഞ്ഞില്ലെങ്കിലും രേണുവിന്റെ ഹസ്ബൻഡ് സുധി ഞാനും തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ രേണുവിനെക്കാട്ടി ഇഷ്ടവും അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന സുധീരനാണ്. അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോ രേണുവിന്റെ കട്ട കലിപ്പുണ്ട്. അങ്ങനെ കാണിച്ച കൂട്ടിയ കാര്യങ്ങൾ കട്ട കലിപ്പുണ്ട്. പക്ഷെ അതെല്ലാം വെച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കണം, സ്ത്രീയാണ്, ഇദ്ദേഹത്തിന്റെ ഒരു വൈഫാണ് എന്നുള്ള കൺസേൺ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക്. ഇവരുടെ പേരുണ്ട്, ഇവരുണ്ടെന്ന് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളോ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പൊ അത് നിൽക്കണം എന്നണം. ഇവിടെ വന്നിട്ട് പാഴ്, വെറും പാഴ്. നീ നോക്കിയാണ് വെറും പാഴ്. പറയണം ചെങ്ങനെ അറിയണോ അല്ല, ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. പാഴ്. ഇത് പറഞ്ഞപ്പോ തന്നെ അവിടെ സൂം ചെയ്യണം. പാഴ്, വേറെ പാഴ്. പാവമാണ്. പക്ഷെ നമുക്ക് പാവമാണെന്ന് വെച്ചാൽ പാഴ് നിൽക്കാതിരിക്കാനും പറ്റില്ല. ഇവിടെ അങ്ങനെ പാവോട് നിൽക്കാനും പറ്റൂലല്ലോ. ഇവിടെ എത്രത്തോളം പാവോട് നിൽക്കാൻ പറ്റും? ഇത് അവിടെ അല്ല. ഇത് എത്ര ജനം ഓടിയോ, എത്ര ആൾക്കാർ കാണുന്ന പരിപാടിയാണ്. ഒരു എക്സ്പെക്ടേഷൻ എത്തിയിട്ടില്ല, ഒരു 1% ഇത് ട്രൈ ചെയ്യുന്നില്ല. ഞാൻ പറയണേ, എഫേർട്ട് ഇടുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയണേ, ഇതിനെങ്ങനെയാണ് ഞാൻ പറയുന്നത് എല്ലാം ഔട്ട് പോകുന്നുണ്ടോ, ഞാൻ പറയുന്നത് വേറെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാണോ വെളിയിൽ പോകുന്നതെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടല്ല ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. പുള്ളി എന്താ പറഞ്ഞോട് വെച്ച് കാണാന്നുള്ള മൈൻഡ് തന്നെ ഞാൻ നിൽക്കണം. വെളിയിൽ പോയാൽ എനിക്ക് സിനിമ കാണൂലായിരുന്നു, അല്ലെങ്കിൽ ഉമാരെല്ലാവരും സത്യപ്രവർത്തനം കാണും. എല്ലാവരും കുഴപ്പമില്ല. ഞാൻ ബിഗ് ബോസിന് വലിയ കാശ് കൊണ്ട് എവിടെയെങ്കിലും വല്ല കച്ചവടം ചെയ്ത് എന്തെങ്കിലും ഞാൻ ജീവിക്കും. എന്റെ മൈൻഡ് അങ്ങനെയാ. പിന്നെ എനിക്ക് സിനിമ അഭിനയിക്കാൻ കഴിവുണ്ട് എനിക്ക്. കാരണം കുഞ്ഞുനാൾ മുതൽ അഭിനയിച്ചോടെ നടത്തുന്നത്. ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ കിട്ടുന്ന പൈസ പടമെങ്കിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, പടമെങ്കിലും ഞാൻ ചെയ്യും. ആ മൈൻഡാണ് എന്റെ. നല്ലോണം എപ്പോഴും